പാസ്റ്റർ ഫിലിപ്പിനായി ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഹൃദയംഗമായ നന്ദിയെ അറിയിക്കുന്നു. സൂമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏറെ ദിവസങ്ങളായി നിങ്ങൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് സവിസ്താരമായിട്ടുള്ള പഠനം കർത്താവിൻ്റെ ദാസിൽ കൂടെ നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും ഈ ദിവസങ്ങളിൽ ഏതോ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ ക്ലാസ്സിനായിട്ടുള്ള ഉള്ളതുകൊണ്ട് എന്നെ നിങ്ങൾ ആവശ്യപ്പെടുകയും ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് പഠിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2-3 വചനത്തിൽ നിന്നാണ് ആധാരപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1-2 വാക്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-16 2 വാക്യങ്ങൾ വായിക്കണം, വായിച്ച് സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-7-16 വാക്യങ്ങൾ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തൊന്നുമല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. താങ്ക് യു സിസ്റ്റർ. ഈ 2 വാക്യത്തോടുള്ള അനുബന്ധത്തിൽ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്നിച്ച് പഠിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാനും കുറച്ച് അധികം നാളുകളായി പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തിപരമായി കഴിഞ്ഞ നാളുകളേക്കാൾ അധികമായി പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുന്നുണ്ട്. സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ വചനം പഠിക്കുകയും ദൈവവചന സന്നിധിയിൽ ആഴമായി ഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കായി അധികം സമയം ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രാർത്ഥനയുള്ള വിഷയത്തോടെ സംസാരിക്കുന്നതിൽ അല്പം ഷെയർ ചെയ്യുന്ന സന്തോഷവും അനുഗ്രഹവുമുണ്ട്. ഈ ദൈവത്തിന് വലിയ സന്തോഷമാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വന്നിട്ട് ദൈവമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്യോന്യം സംസാരിക്കുന്നത്. എൻ്റെ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത്, ഞാനിപ്പോൾ ഏകദേശം 35 വർഷത്തിൽ കൂടുതലായി നോർത്ത് ഇന്ത്യയിലായിട്ട്, അധികം നാളുകൾ അധികം അവസരങ്ങൾ സമയങ്ങൾ ഞങ്ങൾക്ക് നാട്ടിൽ പോവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോകുന്ന സമയങ്ങളിൽ 11 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കഴിഞ്ഞ നവംബറിലൊന്ന് പോയത്. എന്നാൽ ഫാദർ മരിക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഒരു പ്രാവശ്യം നാട്ടിൽ പോയി. ഞങ്ങൾ നാട്ടിൽ പോകുന്നു എന്ന് അറിയുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഫാദറുമായിട്ട് സാധാരണ സംസാരിക്കുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദവും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ വാക്കുകളും പ്രകടനങ്ങളും കേൾക്കാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപായിട്ട് വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് പറയും, നിങ്ങളെല്ലാം വന്നല്ലോ കുടുംബമായിട്ട്. അപ്പച്ചൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളോടെല്ലാം പറഞ്ഞ് എൻ്റെ മൂത്ത മക്കളും കുടുംബമായി വരുന്നുണ്ട്, മൂത്ത മകൻ കുടുംബമായി വരുന്നുണ്ട്. വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ വാങ്ങി എല്ലാം അവിടെ സൂക്ഷിച്ചു വെക്കും. നാട്ടിലുള്ള എല്ലാ ആൾക്കാരോടും പറയും, അടുത്തുള്ള എല്ലാ ആൾക്കാരോടും പറയും ഞങ്ങൾ കുടുംബമായി വരുന്നു. ഭയങ്കര സന്തോഷമാണ്. വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെന്ന് ഭയങ്കര സന്തോഷം, കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് ഞങ്ങളിങ്ങനെ വളരെ സന്തോഷത്തോട്ടിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ സ്വർഗീയ പിതാവ്.
നാം അവൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവ് നാം അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നാം അവനോട് നമ്മളോട് ഒന്ന് സന്തോഷിക്കുക, അന്യോന്യം ഒന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ കാര്യങ്ങളെ നമ്മളോട് പറഞ്ഞു തരുവാൻ താല്പര്യപ്പെടുക. നമ്മൾ അവനോട് ഒരു പിതാവ് എന്ന നിലയിൽ അടുത്തിരുന്ന് ഹൃദയത്തിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളെയും കാര്യങ്ങളെയും ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു വലിയ സന്തോഷമാണ് പിതാവിന് നാം പ്രാർത്ഥനയ്ക്കായ ദൈവത്തിൽ കടന്നു വരുമ്പോൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്, our God is more happy to answer our prayers than we are praying unto him. Our God is more happy to answer our prayers than we are praying unto him. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്നതിനേക്കാട്ടുള്ള ദൈവത്തിൻ്റെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ വളരെയധികം ദൈവം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. 2 വാക്യങ്ങളിൽ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥന വിഷയത്തോട് തന്നെയാണ് നാം ചിന്തിക്കുന്നത്. 7-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. ഒന്നുകൂടെ വായിക്കുമോ സിസ്റ്ററെ? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ച എന്തായാലും അപേക്ഷിക്കുവിൻ, അവൻ അത് നിങ്ങൾക്ക് നൽകിത്തരും. ഞാൻ ആ വാക്യത്തിലേക്ക് അവസാന ഭാഗത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ആ ഭാഗത്തൂടെ പോയെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 16-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. അവിടെ തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ പറയപ്പെടുന്ന 7-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. 16-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. 16-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. സാധാരണയായി നാം ശ്രദ്ധിക്കാറുള്ള പല ആൾക്കാരും ഈ വാക്യങ്ങൾ വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും ആദ്യത്തെ ഭാഗമാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എന്നാൽ 2-ാമത്തെ ഭാഗം പലപ്പോഴും വളരെ മിസ്സായി കളയാറുണ്ട്. എന്നാൽ ഈ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം അതിപ്രധാനമായിട്ടുള്ളതാണ്. ആ മേളിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ, ഒന്ന്, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. അതിനൊരു വാക്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയും, അവൻ നമ്മളെ അഭിഷേകം ചെയ്തു. 3, അവൻ നമ്മളെ ആക്കി വെച്ചു. He has chosen us, he has anointed us, he has appointed us. തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. അഭിഷേകം എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ടെങ്കിലും സെപ്പറേറ്റ് ചെയ്യുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മെ മാറ്റി നിർത്തുകയാണ്. അതിന് അഭിഷേകം എന്ന് പറയാറുണ്ട്.
മൂന്നാമതായിട്ട് ആ ഒരു ഉദ്ദേശത്തിനായിട്ട് ദൈവം നമ്മെ ആക്കി വെച്ചു. 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു, അവൻ നമ്മെ ആക്കി വെച്ചു. ചോദ്യം, എന്തിനു വേണ്ടിയാണ്? നമ്മൾ പെട്ടെന്ന് ഫലം പറയും, നാം ഫലം പോയി കായ്ക്കേണ്ടത്. ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. ഫലം കായ്ക്കുന്ന ഫലം നിലനിൽക്കേണ്ടത്. ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. അവിടെ നിർത്തി പലപ്പോഴും നമ്മൾ അതിനെ അങ്ങ് അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ ആ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയപ്പെടുന്നത് അതിന്റെ അവസാന ഭാഗമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ അഭിഷേകം ചെയ്തു, അവൻ നമ്മെ ആക്കി വെച്ചു. അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടായോ? നാം അവന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും നൽകി തരേണ്ടതിന് നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ അഭിഷേകം ചെയ്തു, നമ്മെ ആക്കി വെച്ചു. എന്ത് നൽകി തരാനായിട്ട്? ചോദിക്കുന്നത് എല്ലാം. അപ്പൊ എല്ലാം എന്ന് പറയുന്നത് എന്താ? ചോദിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുവാ എന്ന് പറഞ്ഞാൽ വാട്ട്സോ എവർ യു ആസ്, ഏത് കാര്യം ചോദിച്ചാലും തരാനായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം, നമ്മൾ എത്രയോ നാളുകളിലായി പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചില ആഴ്ചകളായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിഷയങ്ങൾക്കായിട്ട് മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. എന്നാൽ ചില ആളുകൾ വർഷങ്ങളായി പ്രാർത്ഥിച്ച് 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 മറുപടി ലഭിക്കാത്തത് കൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന വിഷയം മറന്നുപോയിട്ടുമുണ്ട്. അങ്ങനെ ഇല്ലയോ? ചിലരാണെങ്കിൽ അവസാനം ഒരു സ്വന്തമായിട്ടൊരു കൺക്ലൂഷനിൽ വന്നു, ഞാന് വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഇതുവരെ യാതൊരു മറുപടി ലഭിച്ചിട്ടില്ല. അവസാനമാണ് നമ്മുടെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയാമോ? ഓ, ചിലപ്പോൾ ഇത് ദൈവത്തിന്റെ ഹിതമല്ലായിരിക്കും എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥന നിർത്തിവെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഒരുപക്ഷെ നമ്മുടെ പക്കൽ കാണും. എന്നാൽ ഈ വചനം എന്താ പറയുന്നത്? 16ാമത്തെ വാക്യം, നാം അവനോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും whatsoever you ask to my Father in my name that he may give it to you, അവൻ തരാനായിട്ട്. അപ്പോഴൊരു ചോദ്യം, ഈ വാക്യം ഇത് യാഥാർത്ഥ്യമായി മനസ്സിലാക്കുകയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട പല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതിരിക്കും? ഞാൻ നമ്മൾ പറഞ്ഞതിനോട്ട് നമ്മുടെ കൺക്ലൂഷൻ വന്നിരിക്കുകയാണ്, ഓ, ഇത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവസാനമായിട്ട് നമ്മളെ കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം, ഇനി അപ്പോൾ ചോദ്യം, അപ്പൊ എന്താണ് ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇഷ്ടം? നമ്മൾ തന്നെ തീരുമാനിച്ചു വെച്ചു ദൈവത്തിന് ഇഷ്ടമായിരിക്കും ഇത് ലഭിക്കാത്തത്. അപ്പം പ്രാർത്ഥനയോടുള്ള ബന്ധം ദൈവത്തിന് ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ മാത്രമേ ആ വാക്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ ഇത് പറയുന്നു, ചോദിക്കുന്നതൊക്കെയും തരാമെന്നാ ദൈവം. അതിനോട് തിരഞ്ഞെടുത്തിരിക്കുക, അതിനോട് അഭിഷേകം ചെയ്തിരിക്കുക, അതിനോട് ആക്കി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയില്ലയോ? എന്നോട് കൂടെ ഉണ്ടോ എല്ലാവരും? അപ്പൊ എന്താണ്? അപ്പൊ അതിൻ്റെ നമുക്ക് ഉത്തരവുണ്ടല്ലോ വേദോസ്തവത്തിൽ. നമ്മൾ പറയാറുണ്ട്, വേദോസ്തവത്തിൽ എല്ലാത്തിന്റെ മറുപടി, എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം വേദോസ്തമാണ്, വേദോസ്തത്തിലുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു കാര്യത്തിന് മറുപടി ലഭിക്കണമല്ലോ. അപ്പൊ 7ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്,
7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച ആ ഭാഗത്ത് ഒന്നുകൂടെ നമുക്ക് പോവാം. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറേണ്ടതായിട്ടുണ്ട്. 7-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ ആ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ആ. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിലൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടും. വാട്ട്സോ എവർ, ഇവിടെ ഒരു വാക്യം വരും, വാട്ട്സോ എവർ യു ആസ്ക്. അപേക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സോ എവർ യു ആസ്ക്. അതിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പദം എയ്റ്റോ. എയ്റ്റോ എന്ന പദമാണ്, AITO, ആസ്ക്. അതിന് അർത്ഥങ്ങൾ പലതുണ്ട്. ഒന്ന്, ടു കോൾ അപ്പോൺ, ഉച്ചത്തിൽ വിളിക്കുക എന്നാണ് വാക്യം, കോൾ അപ്പോൺ. 2, ടു കമാൻഡ്, കൽപ്പിക്കുക. ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ആ വാക്കിന്. അപ്പോൾ ആസ്ക് അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ടു കോൾ അപ്പോൺ, അല്ലെങ്കിൽ ബ്രിങ് ഇൻ ടു, കമാൻഡ് ടു ബ്രിങ് ഇൻ. നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇറ്റ് ഷാൽ ബി ഡൺ, അത് നിങ്ങൾക്ക് നൽകിത്തരും. അല്ലെങ്കിൽ കം ഇൻ ടു ബീയിങ്, കം ഇൻ ടു ബീയിങ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൽ വസിച്ചിട്ട് ദൈവത്തിൽ വസിക്കുന്നു. അപ്പോൾ whatsoever you wish, ask or command, and he will bring to us. അതിനൊരു അർത്ഥം എല്ലാം കൂടെ കൊടുത്തിരിക്കുന്നത്, on the basis of this, that means that you abide in me and my word shall also abide in you. ഇതിന്റെ അടിസ്ഥാനത്തിൽ വചനത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തി no need to request, but he can command things to come. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുക വേറൊരു അർത്ഥതലം വന്നത് ഇതാണ്. ഈ അടിസ്ഥാനത്തിൽ നാം നിൽക്കുന്ന ഒരു വ്യക്തി, നാം നമ്മുടെ ഒരു ആവശ്യത്തിനോട് ദൈവത്തിനോട് പറയുമ്പോൾ, കമാൻഡ് ചെയ്യുമ്പോൾ, ആസ്ക് ചെയ്യുമ്പോൾ, ചോദിക്കുമ്പോൾ, even though those things which we are asking are not existing, but still he will take his time, create it and bring it to us. നാം ചോദിക്കുന്ന കാര്യങ്ങൾ അസ്തിത്വത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ആണെങ്കിൽ പോലും നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം സമയമെടുത്തിട്ട് നാം ചോദിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് നൽകിത്തരും എന്നുള്ള ഒരു അർത്ഥ തലം കൂടെ ഈ വചനത്തിനുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വചനത്തിന്റെ നിറവാണ്. വചനത്തിന്റെ നിറവാണ്. The answer of our prayers is based on the measure of God's word inside of us. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ അടിസ്ഥാനം ദൈവവചനത്തിന്റെ ആഴം, ദൈവവചനം എത്രമാത്രം നമ്മൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ എത്രമാത്രം ദൈവവചനം നമ്മൾ വസിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ. കാരണം ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടിക്ക് വേറെടുത്ത് പോകുന്നില്ല. He is looking into our hearts and see how much the word is fulfilled in us. He'll bring it us out of it and give it to us. അതാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? എഫേസ്യ ലേഖനം 3:20 വായിച്ചോളൂ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിനും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി
ചെയ്യുന്ന ദൈവം എങ്ങനെ ചെയ്യുന്നു? നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ്, ദൈവവചനം നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ വചനത്തിലും, വേദോത്സവത്തിലെ ഓരോ വചനത്തിലും ഓരോ അത്ഭുതങ്ങളുണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഓരോ വചനത്തിലും ഓരോ അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 1 തെസ്സലോനിയ 2:13 തോന്നുന്നു, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങളും വെറും ഒരു വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് ആ വചനം ഒരു അത്ഭുതം ചെയ്യുമെന്നാണ് മറ്റു ചില ട്രാൻസ്ലേഷൻ, നമ്മുടെ മലയാളത്തിൽ വേറെ കൊടുത്തിരിക്കുന്നത്. ആ വചനം ഒരു അത്ഭുതം ചെയ്യും, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പറഞ്ഞിട്ട് താല്പര്യം, വേദപുസ്തകത്തിൽ ഓരോ വചനത്തിലും ഓരോ അത്ഭുതങ്ങളുണ്ട്. അപ്പം ഈ അത്ഭുതങ്ങളായ വചനം നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. ബീങ് ഫിൽഡ് വിത്ത് ദ വേർഡ്. നമ്മളെപ്പോഴും ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് ചിന്തിച്ചു പോകും. ഫിൽഡ് വിത്ത് ദ വേർഡ്. എനിക്കറിയാം, സൗത്ത് ആഫ്രിക്കയിലെ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാഴ്ച എല്ലാ ദിവസവും പുള്ളി ചെയ്യുന്ന വേദപുസ്തകം വായിക്കുക, വേദപുസ്തകം. പുള്ളി മറ്റു യാതൊരു കാര്യം ചെയ്യത്തില്ല, വേദപുസ്തകം മാത്രം വായിക്കുക. ഒരു കാര്യത്തിനും പുള്ളി പോകത്തില്ല, പുറത്തിറങ്ങാത്ത മുറിയിലിരുന്ന് വേദപുസ്തകം മാത്രം വായിക്കുക. വചനത്തിന്റെ നിറവ. അദ്ദേഹം തൻ്റെ സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്കായി വരുമ്പോൾ വരുന്ന വഴിയിൽ തന്നെ അത്ഭുതങ്ങൾ നടക്കും. പുള്ളിയൊന്നും പറയണ്ട, വചനത്തിന്റെ നിറവ്. അപ്പം വചനം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം തന്നെയാണല്ലോ. അപ്പം ദൈവം നമ്മൾ പൂർണ്ണമായി നിറഞ്ഞിരിക്കുമ്പോൾ നാം പറയുമ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി നമ്മളുടെ പുറത്ത് വരിക. വെരി സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വചനം നിറഞ്ഞിരിക്കുമ്പോൾ ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അതാണ് എഫേസ്യർ 3:20 പറയുന്നത്. God is able to make all things possible. What do you think and imagine? Imagine. പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, പ്രാർത്ഥിക്കുന്ന, ഇപ്പൊ നമ്മളൊരു ഒരു ഒരു രോഗത്തിന്റെ സൗഖ്യത്തിന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കിടക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇമാജിൻ, നമ്മുടെ ഭാവന, നാം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി കിടക്കയിൽ നിന്നും എഴുന്നേക്കുന്നു എന്നുള്ള ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ നാം ക്രിയേറ്റ് ചെയ്യണം. നാം പലപ്പോഴും സാധാരണ നിലയിൽ പ്രാർത്ഥിച്ചു കൊടുത്താൽ അപ്പൊ അതിൻ്റെ അപ്പുറം നമ്മളൊന്നും കാണുന്നില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് പൗലോസ് പറയുന്നത്, വാട്ട് എവർ യു ഇമാജിൻ ആൻഡ് തിങ്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവം ചെയ്യുന്നു എന്നുള്ള ഇമാജിനേഷൻ നമ്മുടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് നെപ്പോളിയൻ പണ്ട് പറഞ്ഞു, ഇമാജിനേഷൻ ക്യാൻ റൂൾ ദ വേൾഡ്. ഭാവന ലോകത്തെ ഭരിക്കും. അപ്പോൾ ഭാവന എന്നുള്ളത്, ഇമാജിനേഷൻ എന്നുള്ളത് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന്റെ നിറവിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ എൻഡ് അത് ഭാവനയിൽ നമ്മൾ കാണുമ്പോഴാണ് ആ മിറക്കിൾ അവിടെ നടക്കുന്നത്, പ്രാർത്ഥനയുടെ കാര്യം ഇവിടെ നടക്കുന്നത്. അപ്പോൾ വചനത്തിന്റെ നിറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എൻ്റെ വചനത്തിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് നൽകിത്തരും. അപ്പോൾ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുടെ രഹസ്യം ക്രിസ്തുവിലും വചനത്തിലും വസിക്കുക എന്നുള്ളതാണ്. മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുടെ രഹസ്യം വചനം നമ്മളിൽ നിറഞ്ഞു നിൽക്കുക. വചനം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമ്മളിൽ നിറഞ്ഞു നിൽക്കുക. അപ്പൊ വസിക്കുക എന്നുള്ള മൂലഭാഷയിൽ, യവന ഭാഷയിൽ കൊടുത്തിരിക്കുന്ന മെനോ എന്ന ഗ്രീക്ക് പദമാണ്. മെനോ, MENO, മെനോ എന്ന വാക്കിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിനെ വസിക്കുക എന്നുണ്ട്, തുടർന്ന് വസിക്കുക എന്നുണ്ട്, അവിടെ ആയിരിക്കുക എന്നുണ്ട്,
അവിടെ നിലനിൽക്കുക എന്നുണ്ട്, വസിക്കുക എന്നുണ്ട്, തുടർന്ന് വസിക്കുക എന്നുണ്ട്, അവിടെ തന്നെ ആയിരിക്കുക എന്നുണ്ട്, അവിടെ നിലനിൽക്കുക എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ ജസ്റ്റ് ഗോഡ് ഈസ് നോട്ട് എ മോട്ടൽ, ക്രൈസ്റ്റ് ഈസ് നോട്ട് എ മോട്ടൽ ഓർ ഹോട്ടൽ. നമ്മളൊരു താമസിക്കാൻ എവിടെ ഒരു മുറി എടുക്കുന്നില്ല. അവർ മുറി എടുത്താൽ നമ്മൾ മുറി എടുത്തു, അവിടെ താമസിച്ചു, അടുത്ത ദിവസം രാവിലെ മറ്റ് ചെയ്യേണ്ട ജോലിക്കായിട്ട് പോകുന്നു, പിന്നെയും അവിടെ വന്ന് താമസിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. അതാണ് ഒരു മോട്ടൽസ്. ക്രൈസ്റ്റ് ഈസ് നോട്ട് എ മോട്ടൽ ടു അസ്. ക്രൈസ്റ്റ് ഈസ് എ ഡൊല്ലിംഗ് പ്ലേസ്, പെർമനന്റ് ഡൊല്ലിംഗ് പ്ലേസ് ടു അസ്. ക്രിസ്തു നിരന്തരമായി നമ്മളിൽ നിലനിൽക്കുന്ന, അധിവസിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുടെ രഹസ്യം തുടർമാനമായി ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ സിസ്റ്റർ? 4-ാമത്തെ വാക്യം യോഹന്നാൻ 15:4. ഞാൻ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുത്തുവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. വചനം പറയുന്നത് എന്നിൽ വസിക്കുക, അത് ദൈവത്തിന്റെ കാര്യമാണ്. ദൈവം പറഞ്ഞു എന്നിൽ വസിക്കുക. അതുകൊണ്ടാണ് 7-ാമത്തെ വാക്യത്തിലും പറയുന്നത്. ഇവിടെ പറയുന്ന വചനം പറഞ്ഞു എന്നിൽ, വചനത്തിൽ വസിക്കുക, ദൈവത്തിൽ വസിക്കുക, അത്രമാത്രം ദൈവം പറയുന്നുള്ളൂ. പക്ഷെങ്കിൽ ഈ ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം നമ്മുടെയാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. കർത്താവിന്റെ ഉത്തരവാദിത്വം പറയാന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യത്തില്ല. ഒരിക്കലും ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യത്തില്ല. പറയും, ചെയ്താൽ നമുക്ക് നല്ലത്, ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യം നമുക്കുണ്ടാകും. അപ്പം വസിക്കുക എന്നുള്ളത് കർത്താവ് പറയുമ്പോൾ ആ ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം നമ്മളില്ല. കാരണം നാം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ദാനമായി ദൈവത്തിന്റെ ജീവൻ നമ്മൾ തന്നിരിക്കുക. ദൈവത്തിന്റെ ദാനമായി ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ തന്നിരിക്കുമ്പോൾ, ലഭിച്ചിരിക്കുമ്പോൾ കർത്താവിൽ വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ നല്ല ഫലം കായ്ക്കും. അപ്പൊ വസിക്കുക എന്നുള്ളതാണ്. ഫലം കായ്ക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. എന്ന് ശ്രദ്ധിക്കണമേ. നമുക്കാർക്കും ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നും ഫലം കായ്ക്കാൻ പറ്റത്തില്ല. മുന്തിരിവള്ളി അവിടെ അതിൻ്റെ കൊമ്പുകൾ ചെയ്യേണ്ടത് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫലം വന്നോളും. നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് അനേക ആളുകളും നമ്മൾ പ്രാർത്ഥനയെ പോലും സ്ട്രഗിൾ ചെയ്യുക, ഫലം പുറപ്പെടുവിക്കാൻ പോലും പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല. കൊമ്പുകൾ മുന്തിരിയോട് ചേർന്നില്ല. മുന്തിരി വള്ളിയിലുള്ളതായ എല്ലാ ജീവനും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് ഈ കൊമ്പുകളിലേക്ക് വന്നോളും. വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കൽ ഫലം ഉണ്ടാവും. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യണ്ട. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ് മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുടെ രഹസ്യം. അപ്പൊ ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നമ്മളെ വസിക്കുന്നു. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ഞാൻ ചിന്തിച്ച ഭാഗത്തിനൊക്കെ മടങ്ങി വരാം. 16-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നൽകി തരേണ്ടത് തന്നെ. അപ്പൊ ആ ഭാഗത്തിലേക്ക് നാം വന്ന് നിന്നത്. അപ്പോൾ ചോദ്യം, ഈ വചനം ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ വചനം നമ്മൾ വസിക്കുന്നു. എന്ത് വേണം നമുക്ക് ചോദിക്കാം, ദൈവം നമുക്ക് തരും. ആ ഭാഗത്ത് പിന്നൊരു ഭാഗത്തേക്ക് വരാം ഞാൻ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ
നാം എന്ത് അപേക്ഷിച്ചാലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മൾക്ക് നൽകേണ്ടത് തന്നെ, ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ആക്കി വെച്ചിരിക്കുക. ഈ വചനം സത്യമാണ്. എത്ര പേർ ഈ വചനം സത്യമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഓക്കെ, വിശ്വസിക്കുന്നു എങ്കിൽ നാം എന്തുകൊണ്ട് പല പ്രാർത്ഥനകൾ ഇതുവരെ മറുപടി ലഭിക്കാതിരിക്കുന്ന, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ഫൈനൽ കൺക്ലൂഷന് വന്നിരിക്കുകയാണ്, ഇത് ദൈവത്തിന്റെ ഹിതമല്ല എനിക്ക് വേണ്ടിയുള്ളത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിച്ച് പ്രാർത്ഥന പോലും മറന്നുപോയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എന്താണ് അർത്ഥം? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ലഭിക്കുന്നുള്ളൂ? ദൈവത്തിന്റെ ഹിതം എന്താണ്? പ്രാർത്ഥന ചിന്തിക്കണം. ഈ രണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത്, വിൽ ഓഫ് ഗോഡ് ഇസ് ടു, ഒന്ന് ജനറൽ വില്ലും ഉണ്ട്, ഒന്ന് സ്പെസിഫിക് വില്ലും ഉണ്ട്. ജനറൽ വില്ലായിട്ട് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം. അത് ജനറൽ ബില്ലാണ്, അത് പൊതുവെയുള്ളതാണ്. എന്നാൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ സ്പെസിഫിക് ദൈവത്തിന്റെ ബില്ലുണ്ട്, ദൈവത്തിന് ഇഷ്ടമുണ്ട്. അത് നാം മനസ്സിലാക്കണം. നമുക്ക് വായിക്കാം, അതെന്താണ് നമുക്ക് ചിന്തിക്ക് വായിക്കാം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം, അതിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കണം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നോക്കിയ വചനം എന്ന് അല്പമായിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണേ. വചനം പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അവിടെ ചിന്തിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്താണ് ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടം? 14-ാമത്തെ വാക്യം ഒന്നുകൂടെ നാം നോക്കുന്നു. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഓക്കെ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. നോക്കുക, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എപ്പോൾ? അവന്റെ ഇഷ്ടപ്രകാരം. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നാം അപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. മറുപടി തരുമെന്നല്ല പറഞ്ഞത്, പ്രാർത്ഥന കേൾക്കുന്നു എന്നാ പറഞ്ഞത്. മറുപടി തരുന്നു എന്നല്ല പറഞ്ഞ, പ്രാർത്ഥന കേൾക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥന കേട്ടിട്ട് വേണ്ട ദൈവം മറുപടി തരാൻ. അപ്പം പ്രാർത്ഥന കേൾക്കുന്നതിന് എങ്ങനെ പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം? അവന്റെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഇഷ്ടം? അല്ല, എങ്ങനെ ആണ് ദൈവത്തിന് ഇഷ്ടപ്രകാരം, ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പം പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. അപ്പൊ ചോദ്യം ഉണ്ടാവുന്നു, എന്താണ് ദൈവത്തിന് ഇഷ്ടം പ്രാർത്ഥനയിൽ? രണ്ടാമത്തെ ഭാഗം എന്താ വായിക്കുന്നത്? അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ച എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലൊരു ധൈര്യമുണ്ട്. അതല്ലേ എൻ്റെ അർത്ഥം? എന്നോട് കൂടെ ഉണ്ടോ എല്ലാവരും? പലരും പേരുകളുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ജോലി തിരക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ വീഡിയോ തുറന്നിരുന്നാലേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു നല്ല സന്ദർഭമല്ലേ. അപ്പം നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് കാണാനും കിട്ടും. അതനുസരിച്ച് കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിലൊരു പ്രേരണ ഉണ്ടാവും, ഒന്നുകൂടെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രേരണ ഉണ്ടാവും. അതുകൊണ്ട് പറ്റുന്നവർക്ക് അങ്ങനെ വീഡിയോ ഓപ്പൺ ചെയ്താൽ ദാറ്റ്സ് വെരി ഗുഡ്. അപ്പം ഇതാണ് പ്രാർത്ഥനയിൽ ദൈവത്തിന് ഇഷ്ടം. അപ്പം നാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നു
എന്നതൊക്കെ ധൈര്യം ഉണ്ടാകും. നമ്പർ 1, ദൈവം കേൾക്കണമെങ്കിൽ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നോക്കുക, ഈ വചനത്തിന്റെ ഘടനകൾ നോക്കണം കേട്ടോ. ആദ്യത്തെ ഭാഗത്ത് വായിക്കുന്നു, ഇഷ്ടപ്രകാരം അപേക്ഷിച്ചാൽ ദൈവം കേൾക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ. എങ്ങനെ അറിയാൻ പറ്റും? ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചു. അപ്പൊ കേൾക്കുന്നു എന്ന് അറിഞ്ഞാൽ നാം അവനോട് പ്രാർത്ഥിച്ച അപേക്ഷിച്ച ആ കാര്യം നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. എന്നോട് കൂടെ ഉണ്ടോ ദൈവമക്കൾ എല്ലാവരും? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ് ഓർ നോ? യെസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ഉള്ളിൽ ഒരു ചിന്ത വരും, എന്താണ് പ്രാർത്ഥനയിൽ ദൈവത്തിന് ഇഷ്ടം, എന്താണെന്നൊരു ചിന്ത വരുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയിൽ എന്തോ ദൈവത്തിന് എന്തോ ഇഷ്ടം? എന്തിനാ ദൈവത്തെ ഇഷ്ടം? എന്തിനാ പ്രാർത്ഥിച്ചാൽ പോരാ? എങ്ങനെയല്ലോ പ്രാർത്ഥിച്ചാൽ പോരാ? നമ്മൾ പലപ്പോഴും 25 ദിവസം ഉപവസിക്കുക, 7 ദിവസം ഉപവസിക്കും, 3 ദിവസം ഉപവസിക്കും. നമ്മളങ്ങ് ഉപവസിക്കുക, നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. ഓക്കെ, ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ ഉണർത്താനായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നവരാണ് എനിക്കറിയാം. അപ്പോഴത്തെ നിങ്ങളുടെ മനസ്സൊന്നുകൂടെ ഉണരണം. അപ്പം നിങ്ങളെ അധികം ചിന്തിച്ച് കുഴപ്പിക്കാതെ ഞാൻ തന്നെ മുന്നോട്ട് പോകാം. പ്രാർത്ഥനയിൽ 2 ദൈവത്തിന് ഇഷ്ടമെന്ന്. പ്രാർത്ഥന 2 കാര്യം. ദി വിൽ ഓഫ് ഗോഡ് ഇൻ പ്രേയർ ഈസ് 2 things. നമ്പർ 1, പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്പർ 2, പ്രേ ഇൻ ഫെയ്ത്ത്. ഇതാണ് പ്രാർത്ഥനയിൽ ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്നത്. നമ്പർ 1, പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ടു ദ ഫാദർ. നമ്പർ 2, പ്രേ ഇൻ ഫെയ്ത്ത്. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന് വലിയൊരു പ്രാധാന്യമാണ് നമുക്ക് എന്താ എടുക്കാനായിട്ടുള്ളത്. പക്ഷെ ദിസ് ഈസ് വെരി സ്പെസിഫിക് ഇൻ പ്രേയേഴ്സ്. അത് യേശുക്രിസ്തു പഠിപ്പിച്ചത്. യേശുക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഏത് കാര്യവും നടക്കും. വിശ്വസിച്ചാൽ നിങ്ങൾ അത്ഭുതം കാണും. വിശ്വസിക്കുന്നവരാൽ ഏത് കാര്യം, all things are possible to them that believe. That's what Jesus said. എന്നിട്ട് കർത്താവ് പറഞ്ഞു, you pray to my Father in the name of Jesus. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നോട് പ്രാർത്ഥിച്ചാൽ, യേശുവിനോട് തന്നെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് എന്നാണ് പറയുന്നത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നിങ്ങൾ നൽകി തരുമെന്നാണ് പറയുന്നത്. ചെയ്തു തരും, നൽകി തരും. ഞാൻ അതിലേക്ക് പിന്നെ സമയം അനുസരിച്ച് വരാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിച്ചാൽ, എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നും യോഹന്നാൻ 14:12 യോഹന്നാൻ 14:23 എൻ്റെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങൾക്ക് നൽകി തരും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. കാരണം ആ കോണ്ടെക്സ്റ്റിൽ നമ്മളത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം പോകാതെ പ്രാർത്ഥനയിൽ വിശ്വാസം എന്നുള്ള വിഷയത്തെ അല്പം നമുക്ക് ചിന്തിക്കാം. വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ പ്രേയർ? ഫസ്റ്റ് ഈസ് ഇൻ ഫെയ്ത്ത്. അല്പമായി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. All things are possible to them that believe എന്ന് യേശുക്രിസ്തു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അല്പം നിമിഷം നോക്കാം. എന്താണ് വിശ്വാസം? My question, do you have faith? റെസ്പോണ്ട് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, ക്ലാസ് ആണല്ലോ. My question, do you have faith? Yes or no? Yes. Okay, good. Where did you get faith? വിശ്വാസം എവിടെ നിങ്ങൾക്ക് ലഭിച്ചത്? വചനത്താൽ. Okay, that's right. It's a gift. It's a gift. Faith is a gift. Okay. കേൾവിയാൽ വിശ്വാസം വരും. എന്തോ? കേൾവിയാൽ വിശ്വാസം വരും.
അതിലേക്ക് വരാം. എന്താണ് അതിനർത്ഥം നമുക്ക് അതിലേക്ക് വരാം. ഹു ഗേവ് യു ദ ഫെയ്ത്ത്? നമ്പർ 1, ഒരാൾ പറഞ്ഞു വചനം, ഒരാൾ പറഞ്ഞു കേൾവിയാൽ. ഹൗ ഡിഡ് യു റിസീവ് ഫെയ്ത്ത്? അതെ, വല്ലാത്ത ക്ലാസ് ആണല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം കിട്ടിയേ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഡു യു ഹാവ് ഫെയ്ത്ത്? യെസ്, യു ഹാവ് ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഹു ഗേവ് യു ഫെയ്ത്ത്? Dynamon, he is the author of our faith. Yeah, he is the author of our faith. Very good. He is the author of our faith. അപ്പൊ അത് പിന്നെയും പിന്നെ എന്നെ തുടർന്ന് വാക്യമുണ്ട്, തുടർന്ന് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വചനം ദൈവത്തിന്റെ കേൾവിയാൽ വരുന്നു. വിശ്വാസം വചനത്തിന്റെ Jesus gives us the faith. എന്താ പറഞ്ഞേ? Jesus gives us the faith. Jesus gives us the faith. Okay, that's right. നമുക്ക് അതിലേക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. വചനം കേൾവിയിലായിട്ട് വരുന്നുള്ള ഭാഗത്ത് നമുക്ക് പിന്നെ മുന്നോട്ട് പോയെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തേ? അപ്പൊ ആദ്യം നമുക്ക് ചിന്തിക്കാം, who gave us the faith? Do we have faith? Yes. Answer, റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. റോമൻ 12:3. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന്റെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഓക്കെ, ആ വചനം ഒന്ന് ചിന്തിക്കണമേ. ദൈവം അവനവന വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവം വിശ്വാസത്തിന്റെ അളവ് ഓരോരുത്തരും പങ്കിട്ടു. That means that God has given us a measure of faith. അതിന്റെ അളവ് എത്ര നമുക്ക് അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് എ മെഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തെ കുറിച്ച് 11 കാര്യം വേണം. ലിറ്റിൽ ഫെയ്ത്ത്, വലിയ ഫെയ്ത്ത്, അല്പവിശ്വാസം, ഒത്തിരി 11 കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എ മെഷർ ഓഫ് ഫെയ്ത്ത്, മലയാളത്തിൽ പറയുന്നത് അവനും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടു. അതെത്ര നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പങ്കിട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നു. അപ്പൊ നമ്മൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ God has given us faith, a measure of faith in us. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അങ്ങനെയല്ല പറയുന്നത്. അപ്പൊ മെഷർ ഓഫ് ഫെയ്ത്ത്, അപ്പൊ അത് കടുകുമണിയോളം ആയിരിക്കാം അല്ലേ? അപ്പം ദൈവം നമുക്ക് വിശ്വാസം തന്നപ്പോൾ ദൈവത്തിന് വിശ്വാസം ഉണ്ടോ? ദൈവത്തിന് വിശ്വാസം വേണോ? ഇല്ലാത്ത ഒരു കാര്യം തരുവോ? That's right. Thank you. നമ്മൾ കൈ അടിക്കണേ അമ്മച്ചിക്ക് വേണ്ടി. അപ്പൊ ഇല്ലാത്തൊരു കാര്യം എങ്ങനെ നമുക്ക് തരുന്നേ? അപ്പൊ അമ്മച്ചിക്ക് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന് വിശ്വാസം തന്നത്. ഇനി വാട്ട് ഈസ് ഗോഡ്സ് ഫെയ്ത്ത് ഒന്ന് വായിക്കാമോ? 4:17 വായിക്കേ. എന്നോട് കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? റോമൻസ് നമ്മൾ റോമൻസില്ല, റോമൻസ് 4:17. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഓക്കെ, അപ്പൊ നോക്കണമേ, 2 കാര്യങ്ങളാണ്. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പൊ ദൈവത്തെക്കുറിച്ച് മേളിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ്. അവരെ 1, മരിച്ചവരെ ജീവിപ്പിക്കുന്നു. 2, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായ താൻ വിശ്വസിച്ച ദൈവം. അപ്പൊ അബ്രഹാം വിശ്വസിച്ച ദൈവം 1, മരിച്ചവനെ ജീവിപ്പിക്കുന്നു. 2, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നു. അപ്പൊ അതാണ് ദൈവത്തിന്റെ വിശ്വാസം. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ദൈവം ഉള്ളതുപോലെ അങ്ങ് വിളിക്കുക. അതാണ് ദൈവത്തിന്റെ വിശ്വാസം. അപ്പൊ ആ ദൈവം നമുക്ക് വിശ്വാസം തന്നിരിക്കുന്നത്.
എന്തുമാത്രം വിശ്വാസം തന്നിരിക്കുന്നത്? എ മെഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ അളവ് നമുക്ക് പങ്കിട്ടിരിക്കുക. ഇനി എന്തിനാ ദൈവം നമുക്ക് വിശ്വാസം തന്നെ? Why did God give us the faith? നമ്മളെല്ലാവരും വിശ്വാസത്തിന്റെ വീരന്മാരാ എല്ലാവരും. To believe him, to trust him. To believe him, to trust him. Okay, that's a good answer. To depend on God for everything. To depend on God for everything. Okay, that's a good one. To do mighty works in his name. To do mighty work, to do mighty works in his name. Okay, we have to come into all those points, but we don't have time to go all those places. But basically, just To receive into glory, to be received into glory. Yes, amen. Thank you. Thank you for all the answers. But basically, think about this way. Faith is a media through which God communicates to us. Praise the Lord. Faith is a media through which God communicates to us. വിശ്വാസം എന്ന മാധ്യമത്തിലൂടെയാണ് ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ് വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്ട് ഈവൻ ദി എത്തിസ്റ്റ് ഓൾസോ ഹാസ് ഗോട്ട് ഫെയ്ത്ത്. നിരീശ്വരവാദിക്കും വിശ്വാസമുണ്ട്, ഇല്ലയോ? എന്തിനാ നിരീശ്വരവാദിക്ക് ദൈവം വിശ്വാസം കൊടുത്തേ? ദൈവം ഇല്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം വേണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു അംശം മനുഷ്യനിലുണ്ട്. That's right. ആന്റി നല്ല തിയോളജി അറിയാമെന്ന് തോന്നുന്നു. തിയോളജി അല്ല പാസ്റ്ററെ, ദൈവത്തിന്റെ കൃപയാണ്. ആമേൻ. താങ്ക് യു. അങ്ങനെയുള്ളവരെ എഴുന്നേറ്റ് വരട്ടെ. ഈ ഗ്രൂപ്പിൽ അങ്ങനെയുള്ള എഴുന്നേറ്റ് വരട്ടെ. എനിക്കറിയാം ഫിലിപ്പ് പാസ്റ്റർ വളരെ നല്ല ആഴമായി എബ്രായ ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണ് എനിക്കറിയാം. അപ്പൊ നിങ്ങളെ അങ്ങനെ ഒരു അവസരം കിട്ടുന്നതിന് നിങ്ങളുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഇത്രയും ആളല്ല, ഒരു 100-ലധികം ആൾക്കാരാണ് വേണ്ടിയത്. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരും വിളിച്ചു വരുത്ത ഇതുപോലുള്ള പഠനമൊന്നും നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല ദൈവത്തിന്റെ മക്കളെ. ഞങ്ങളൊക്കെ മണിക്കൂറുകൾ രാത്രിയും പാലും ഒരുപോലെ ഇന്ന് വേദോത്സവം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള പ്രസംഗം പറ്റും, പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കാറില്ല. കാരണം ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഒരു വചനം എടുത്തിട്ട് എങ്ങനെ ആൾക്കാരെ അങ്ങ് ഇമോഷണൽ ആക്കി അങ്ങ് പൊക്കുക. ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാൻ, ഞാനും ഫിലിപ്പ് സാറൊക്കെ വളരെ വളരെ ഫിലിപ്പ് സാർ നിങ്ങളെ പഠിപ്പിക്കാൻ എത്ര മണിക്കൂറുകളിൽ പഠിച്ചിട്ടാ നിങ്ങളെ പഠിപ്പിക്കുന്ന അറിയാം, 1 മണിക്കൂർ പഠിപ്പിക്കാൻ. അപ്പൊ നിങ്ങളെ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എത്രയോ ആൾക്കാരെ കിട്ടുമോ അത്രയോ ആൾക്കാർ നിങ്ങൾ ക്ഷണിച്ചോണം. നിങ്ങൾക്ക് ഇതുപോലുള്ള പഠനം കിട്ടത്തില്ല. ഐ ക്യാൻ ഗിവ് യു ഗ്യാരണ്ടി. ഞാൻ 35 വർഷം വചനം പഠിപ്പിക്കുന്ന ആളാണ്. ഞാനും ഫിലിപ്പ് സാറിന്റെ വളരെ ക്ലോസ് ആണ് ഞങ്ങൾ. ഇതുപോലുള്ള വചനം നിങ്ങൾക്ക് കിട്ടത്തില്ല. ഐ ക്യാൻ ഗിവ് യു ഗ്യാരണ്ടി. ഞങ്ങള് പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള പല രാജ്യങ്ങളിൽ 18 രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പഠിപ്പിക്കാൻ. 18 കൺട്രീസ്, 18 രാജ്യങ്ങളിലെ ആൾക്കാരോട് വചനം ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സൂമിൽ കൂടെ ഒക്കെ. ഞാൻ പറഞ്ഞത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്. വളരെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്ത കാര്യങ്ങളാണ്, അമൂല്യമായ മുത്തുകളാണെന്ന് ഞാൻ പറയാറുണ്ട്. ഫിലിപ്പ് സാറിനെ നിങ്ങൾക്ക് കിട്ടിയ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് വളരെ തികഞ്ഞ ഒരു അധ്യാപനം എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസം. അപ്പം നിരീശ്വരവാദിയിലും വിശ്വാസമുണ്ട്. കാരണം എല്ലാവർക്കും ദൈവം വിശ്വാസത്തിന്റെ അളവ് അവനവന് പങ്കിട്ടു. ദൈവം നിരീശ്വരവാദിനി മനുഷ്യനാ, ദൈവത്തിന് സൃഷ്ടിയാ. പക്ഷെ നിരീശ്വരവാദി തനിക്കുള്ള വിശ്വാസത്തെ ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ ഉപയോഗിക്കുന്നു. ദാറ്റ്സ് ഓൾ. നമ്മളെ ദൈവം നമുക്ക് തന്ന വിശ്വാസം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ ഉപയോഗിക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ നിരീശ്വരവാദിക്ക് ദൈവമില്ലെന്ന് വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം വേണം. അപ്പൊ അവനോട് ചോദിക്കുക, നിനക്ക് വിശ്വസിക്കാൻ വിശ്വാസം എവിടെ നിന്ന് കിട്ടി? ദാറ്റ് ഐ ഡു നോട്ട് നോ. അത് തന്ന ദൈവമാ. അതാ റോമാൻ ലേഖനം 12:3. ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടു.
അപ്പൊ അവന് നിരീശ്വരവാദത്തിൽ അത് കൊണ്ടത്. ഓക്കെ, അതൊരു ഭാഗമാണ്, അതിലേക്ക് മാറിപ്പോട്ടെ, വരണ്ട. അപ്പോൾ നമുക്ക് മെഷർ ഓഫ് ഫെയ്ത്ത് ദൈവം നമുക്ക് തന്നിരിക്കുക. ഓക്കെ, ആ മെഷർ ഓഫ് ഫെയ്ത്ത് നമുക്ക് ലഭിച്ച ആ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. റോമാലേഖനം 10:17 വരാം. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അവിടെ അല്പം ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ട്, അല്പം വ്യത്യാസമുണ്ട്. അതിന്റെ ഒറിജിനൽ ഭാഷയിലെ ദ ഡെവലപ്മെന്റ് ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച വചനത്തിന്റെ കേൾവിയാൽ വരുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി വിശ്വാസം ദൈവം പങ്കിട്ടു. റോമൻസ് 12:3 അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടു. ആ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടിരിക്കുന്ന ആ വിശ്വാസത്തെ വർദ്ധിക്കണം, വർദ്ധിച്ചു വരണം. എങ്ങനെ? വചനം. ഞാൻ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. Your faith shall never grow because of your fasting. ഒന്നുകൂടെ പറയാം. Your faith shall never grow because of your fasting. നാം ഉപവസിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. യേശുവിനോട് ചോദിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു തരണമേ എന്ന് പറഞ്ഞു. പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉപവസിക്കുന്നുണ്ടോ വിശ്വാസം വർദ്ധിക്കത്തില്ല. വേദപുസ്തകത്തിൽ വിശ്വാസത്തിന്റെ വർധനവിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒറ്റ ഒരു ബേസിക് പദ്ധതി, ലിസൺ ഗോഡ്സ് വേർഡ്. ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ദൈവവചനം ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വർധനവ്, നിങ്ങൾക്ക് ദൈവം പങ്കിട്ട് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ വർധനവ് ദൈവവചനം കേൾക്കുന്നത് കൊണ്ടാണ്. Where your knowledge end, your faith also will end. Where your knowledge end, your faith also will end. എവിടെ നിങ്ങളുടെ അറിവ് അവസാനിക്കുന്നുവോ അവിടെ നിങ്ങളുടെ വിശ്വാസം അവസാനിക്കും. ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ വിറ്റഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, പിന്നുള്ളതായ രഹസ്യം എന്താണെന്ന് അറിയാമോ? വലിയ വലിയ സാധനങ്ങൾ വിറ്റഴിഞ്ഞു പോകുന്നുള്ള രഹസ്യം, അതിന്റെ പിന്നിലുള്ള രഹസ്യം പരസ്യമാണ്. ടിവിയിലൊക്കെ പരസ്യം കാണിക്കുമ്പോൾ ഒയ്യോ നോക്കി എന്തൊരു പരസ്യമാണ്, അത് മേടിച്ച് ഇത് കിട്ടും, അല്ല ഇതുണ്ട് അതിലുണ്ട്. അപ്പൊ ഈ പരസ്യമാണ് വിറ്റഴിയാനുള്ള രഹസ്യം. പരസ്യം പറയുമ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവുക, അറിവുണ്ടാകുക, അതിനെക്കുറിച്ചൊരു അറിവുണ്ടാകുക. അപ്പൊ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അറിവ് കിട്ടി, വിശ്വസിച്ചു, സാധനം പോയി മേടിക്കുന്നു. നമുക്ക് ഓൾറെഡി ഒരു വിശ്വാസമുണ്ട്, കേൾവിയാൽ കേട്ടു, അതിനെക്കുറിച്ച് വിശ്വാസം ഉണ്ടായി, ആ വിശ്വാസം വർദ്ധിച്ചു, അതുകൊണ്ടാണ് ബസ് മേടിക്കുന്നത്. ഒരാൾക്ക് ഇപ്പോൾ രോഗമുണ്ടായി, ഒരു ഡോക്ടറിൻ്റെ അത് പോയി ടെസ്റ്റ് ചെയ്തു, ട്രീറ്റ് ചെയ്തു, സൗഖ്യമായപ്പോൾ ആ ഡോക്ടറിനെയൊക്കെ നമ്മൾ പറയും, എനിക്ക് ഇന്ന അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഡോക്ടറെ അടുത്ത് പോയത് കൊണ്ട് എനിക്ക് സൗഖ്യമുണ്ടായി. അപ്പൊ ഡോക്ടറിനെ കുറിച്ച് പരസ്യം, എന്നാൽ ഡോക്ടറിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കേൾക്കുന്ന ആൾക്കാരെ ആ ഡോക്ടറിൽ വിശ്വസിച്ചു, അതുകൊണ്ട് ആ ഡോക്ടറിന്റെ അടുത്ത് ആൾക്കാർ പോകുന്നു, അതുകൊണ്ട് അവർ സൗഖ്യമാകും. അപ്പൊ ഡോക്ടറിനെ കുറിച്ചുള്ള അറിവ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വേറെ പല ആൾക്കാർ പോയി പറയുമ്പോൾ ഡോക്ടറിന് അറിവ് കിട്ടും. സെയിം വേ ദൈവവചനം കേൾക്കണം, ദൈവവചനം വായിക്കണം. അതുകൊണ്ട് ദൈവവചനത്തിന് പഠനം വളരെ
ഇന്ന് സഭയ്ക്കുള്ളിലെ ഏറ്റവും വലിയ ഡേഞ്ചർ, ദ ബിഗസ്റ്റ് ഡേഞ്ചർ ഇൻ ദ ചർച്ച് ടുഡേ ഇസ് ലാക്ക് ഓഫ് ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. സഭകളിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം വചനത്തിന്റെ പഠനം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളിൽ വിശ്വാസത്തിന്റെ വർധനവില്ല എന്നുള്ളതാണ് കാരണം. വിശ്വാസത്തിന്റെ വർധനവില്ലാത്തത് കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിൽ ലഭിക്കാതെ പോകും. എന്നോട് കൂടെ ഉണ്ടോ? അമ്മച്ചി എന്താ അനങ്ങായിരിക്കുന്നേ? അമ്മച്ചി കേൾക്കുന്നുണ്ടോ? എന്നോടാണോ ചോദിച്ചത്? അതെ അമ്മച്ചി. My people perish because of the lack of knowledge. Absolutely, that's right. എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനക്കുറവുണ്ട്, അറിവ് കൊണ്ട്. ആ അറിവെന്ന വാക്കിന്റെ അർത്ഥം കട്ട് ഓഫ്. പരിജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ്. കട്ട് ഓഫ്. അറിവ് നിന്നും വിച്ഛേദിക്കപ്പെട്ടു. കാരണം നമുക്ക് വചനം ഇല്ല, ആരുമില്ല, പഠിക്കുന്നില്ല, ആരും പഠിപ്പിച്ചു തരാനായിട്ടുമില്ല, ആരും വചനം പഠിച്ചു തരുന്ന, എല്ലാവരും പ്രസംഗകരാ, വചനം പഠിപ്പിക്കുന്നവരാരുമില്ല. യേശുക്രിസ്തുവിന്റെ സഭയിലെ 5 പ്രത്യേകമായിട്ടുള്ള ഓഫീസസ് ഉണ്ടല്ലോ. എഫേസ്യ ലേഖനം 4:11. എന്റെ വിഷയം പ്രാർത്ഥനയാണെങ്കിലും സന്ദർഭോചിതമായി പറഞ്ഞു വരുന്ന 5 ഫോൾഡ് മിനിസ്ട്രീസ് ഉണ്ട്. ഇന്നത് ആർക്കും അറിയത്തില്ല. അതിലൊന്നാണ് അധ്യക്ഷൻ, അധ്യാപകൻ, ഉപദേഷ്ടകൻ, ടീച്ചിങ്. ഇന്ന് സഭകളിൽ ടീച്ചിങ് ഇല്ലാത്തത് കൊണ്ട്, ജനം അറിയേണ്ട അറിവ് ലഭിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. മാലഖായി 2:15 പറയുന്നുണ്ട്, 2:7 പറയുന്നുണ്ടല്ലോ, പുരോഹിതൻ തൻ്റെ അധരം അറിവ് സൂക്ഷിക്കുന്നവനാ. പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനായതുകൊണ്ട് തൻ്റെ അധരം പരിജ്ഞാനം സൂക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സഭയിലുള്ള ഒരു പുരോഹിതൻ വചനത്തിന്റെ നിറവ് ഉള്ള വ്യക്തിയായിരിക്കണം. നമുക്കെല്ലാവർക്കും ആത്മനിറവുണ്ട്, വചനത്തിന്റെ നിറവില്ല. വചനത്തിന്റെ നിറവെന്ന് പറഞ്ഞാൽ വചനത്തെ വ്യാഖ്യാനിക്കുന്നില്ല. 2:7 തോന്നുന്നു അമ്മച്ചി, അല്ലയോ സിസ്റ്റർ? മിനി സിസ്റ്ററെ നോക്കാമോ? മാലഖായി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതിനും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ. ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കണം എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, ശുശ്രൂഷകൻ വചനം നല്ലവണ്ണം അറിഞ്ഞവനായിരിക്കണം. കാരണം ജനത്തെ ഉപദേശം പഠിപ്പിക്കണം. പൗലോസ് പറയുന്നുണ്ട്, എന്നോട് പഠിച്ചതിൽ നിലനിൽക്കാം. അപ്പൊ പൗലോസ് തിമോത്തിയോസിനെ നല്ലവണ്ണം പഠിപ്പിച്ചു. ഇന്ന് സഭയിൽ അതാ പറഞ്ഞ, സഭയിലെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയപ്പെടുന്ന വചനത്തിന്റെ പഠനത്തിന്റെ കുറവാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. സഭയെന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തുള്ള ആൾക്കാർ വന്ന ജ്ഞാനം പഠിക്കേണ്ട സ്ഥലമാണ് വചനം, സഭ. ലോകത്തിന്റെ പരിസ്ഥിതികൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവവചനത്തിന്റെ അറിവ്, ജ്ഞാനം പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലമാണ് സഭ. They should come and learn from the church. വേദോസ്തവത്തിൽ 3 വിധത്തിലുള്ള അറിവ്, 3 വിധത്തിലുള്ള ജ്ഞാനമുണ്ട്. There are 3 kinds of wisdom, 3 kinds of knowledge in the Bible. അത് സഭയാ പഠിപ്പിക്കേണ്ടത്. എഫേസ്യ ലേഖനം 2:10 തോന്നുന്നു ഇങ്ങനെ വാക്യമുണ്ട്, to manifest the manifold wisdom to the powers and darkness of this world എന്ന് വാക്യമുണ്ട്. അങ്ങനെയല്ലേ സിസ്റ്ററെ? എഫേസ്യ 2:10 നോക്കിയേ. അത് വേറെ 3:10 നോക്കിയേ. 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത്. 3:10 അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരും.
സഭ മുഖാന്തരം ദൈവത്തിന്റെ അനാഥമായ ജ്ഞാനം, വിസ്ഡം, സകല ശക്തികൾക്കും സഭ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യം സഭ ജനത്തെ അറിയിക്കണം. ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ സത്യം സഭയിൽ നിന്നും ലോകത്തിലേക്ക് കൊടുക്കണം. എന്നാൽ ഇന്ന് സഭയ്ക്കകത്തോട് ലോഹം കയറി വരിക. ദാറ്റ്സ് എ പ്രോബ്ലം. ഇന്ന് സഭയ്ക്കകത്തേക്ക് ലോഹം കയറി വരിക. യേശു പറഞ്ഞു ഗോ ഇൻ ടു ഓൾ വേൾഡ് എന്നാ പറഞ്ഞു 2000 years ago. നിങ്ങൾ ലോകത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഇന്ന് സഭയ്ക്ക് ഒത്തിരി ലോഹം കയറി വരിക. യേശു പറഞ്ഞു നിങ്ങൾ സഭ ലോകത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇന്ന് സഭയ്ക്കുള്ളിലേക്ക് ലോഹം ഇനി കയറി വരിക. Why? Because of lack of understanding of the scriptures. അതുകൊണ്ട് ദൈവവചനത്തെ ഡിവൈഡ്, അതായത് ദൈവവചനത്തെ വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിക്കൽ മാത്രമേ ജനത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഒത്തിരി സമയം പോയി, എൻ്റെ ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഈസ് മൈ ടൈം. മൈ ടൈം ഈസ് ഓൾമോസ്റ്റ് ഗോൺ. ഓക്കെ, അപ്പം വേർ യുവർ നോളജ് ആൻഡ് യുവർ ഫെയ്ത്ത് ഓൾസോ വിൽ എൻഡ്. നിങ്ങളുടെ അറിവ് എവിടെ അവസാനിക്കുന്നു അവിടെ നിങ്ങളുടെ വിശ്വാസവും അവസാനിക്കും. അപ്പൊ വേദപുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ വർദ്ധിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടെന്നു. ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടാകുമ്പോൾ അവനുള്ള വിശ്വാസം വർദ്ധിക്കുന്നു, വിശ്വാസം വളരുന്നു. ഇന്ന് സഭകളിലെ we have lot of inspiration but no information. Inspiration without information is dangerous. അറിവില്ലാത്ത ഉത്തേജനം വളരെ ഡേഞ്ചറസ് ആണ്. അറിവിൽ നിന്നാണ് ഉത്തേജനം ഉണ്ടാകേണ്ടത്. അപ്പം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, ഞാൻ വാക്കൂടെ ആവശ്യം, കാരണം എങ്ങും ഞാൻ തൊടാൻ പറ്റിയിട്ടില്ല. കാരണം 1 മണിക്കൂറായി, എങ്ങും തൊടാൻ പറ്റിയിട്ട് എനിക്ക് 1 മണിക്കൂർ ഒന്നും ക്ലാസ്. അതിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കാൻ ഞാൻ പറഞ്ഞു തരാം. എന്തോ ഇന്ത്യൻ ടൈം 6 വരെയാ. ഇന്ത്യൻ ടൈം 6 വരെയാണോ? ഇപ്പം 4:30 to 5:30. 4:30 to 5:30. ഇനി 10 minutes ഉണ്ട്. Yeah. അപ്പം 10 minutes ആകുമ്പം 6 o'clock ആവും ഇവിടെ. ഓക്കെ, ഇനി 5:30. ഇന്ത്യൻ ടൈം 4:30 to 5:30. 1 hour. അപ്പൊ ഇപ്പം ഒരവറും കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് കൂടെ ആയി. ഓക്കെ, പറയാൻ തുടങ്ങി ഇങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. പിന്നീടൊരു അവസരം സമയം ലഭിച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഇഷ്ടം 2 എണ്ണം. ദാറ്റ് ഈസ് pray in the name of Jesus. Number 2, pray in faith. അപ്പൊ ഞാൻ ഫെയ്ത്തിനെ കുറിച്ചുള്ള ബേസിക് പറഞ്ഞു വരികയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇത്രയും മനസ്സിലായി. ദൈവം നമുക്ക് വിശ്വാസത്തിന്റെ അളവ് തന്നു. ദൈവത്തിന് വിശ്വാസമുണ്ട്, റോമൻസ് 4:7. ദൈവം തന്നിരിക്കുന്ന വിശ്വാസം റോമൻസ് 12:3. അപ്പോൾ വിശ്വാസത്തിന്റെ വർധനവ് റോമൻസ് 10:17. വചനത്താൽ മാത്രമേ വിശ്വാസം വളരത്തുള്ളൂ. വിശ്വാസം വളർന്നെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ മറുപടി പലപ്പോഴും ലഭിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് പിന്നീട് അവസരം നമുക്ക് ഷെയർ ചെയ്യാം. അവസരം തന്ന ഫിലിപ്പ് പാസ്റ്റർക്ക് വന്ന നന്ദി. ഹോസ്റ്റിനും സംബന്ധിച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.